Assalamu alaikum. Welcome to our online classroom of English. Today we are going to discuss a one-act play, The Hour of Truth, written by Percival Wald. Here is a play in which the protagonist, who is really true to himself and conscious, struggles to keep to his truthful ways of life. He also proves that truth will prevail in the end. അപ്പം നമുക്കറിയാവുന്നൊരു മെസ്സേജ് തന്നെയാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്ലേയിൽ പ്രൊട്ടഗോണിസ്റ്റ് തന്നോടും തൻ്റെ സെൽഫിനോടും മനസാക്ഷിയോടും സത്യസന്ധത പുലർത്തുന്ന ഒരു നായകനെ അല്ലെങ്കിൽ ഒരു പ്രൊട്ടഗോണിസ്റ്റിനെയാണ് നമുക്ക് ഈ ഒരു പ്ലേയിലൂടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം തൻ്റെ ട്രൂത്ത്ഫുൾ വേസിന് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള വഴികൾ നിലനിർത്താൻ വേണ്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, ഹി ഓൾസോ പ്രൂവ്സ് ദാറ്റ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. സത്യം മാത്രമേ എന്നും ജയിക്കൂ എന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിക്കുന്നുണ്ട്. ബിഫോർ ദാറ്റ്, ഫസ്റ്റ് വി ഇൻട്രൊഡ്യൂസ് ദ ഓതർ Percival Wald. He was known as his plays and detective stories. He also reviewed books for newspapers. Some of his famous works are Brothers, Little Short, and First is Large. The Hours of Truth is from the volume entitled A Question of Morality and Others Plays. This play is a striking psychological study on a corrupting influence of money on people. പെർസിവാളിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഏജ് എപ്പോഴാണ്? 1887 to 1953 ആണ്. അപ്പോൾ അദ്ദേഹം വളരെയധികം പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത് ഡിറ്റക്റ്റീവ് സ്റ്റോറീസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെയാണ്. ആൻഡ് some of his famous works are Brothers, Little Short. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് ബ്രദേഴ്സും ലിറ്റിൽ ഷോർട്ട് ആൻഡ് ദ ഫസ്റ്റ് ഈസ് ലാസ്റ്റ്. ദ ഹവേഴ്സ് ഓഫ് ട്രൂത്ത് എന്നുള്ള ഈ ഒരു വോളിയം എടുത്തിട്ടുള്ളത് ദ ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി ആൻഡ് അതർ പ്ലേസ് എന്ന വാക്കിൽ നിന്നാണ്. ആൻഡ് ഓൾസോ ദിസ് പ്ലേ ഈസ് എ സ്ട്രൈക്കിംഗ് സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. ഈ ഒരു പ്ലേയിൽ നമുക്ക് തരുന്ന തീം തന്നെ എന്താണ്? പണം മനുഷ്യനെ തെറ്റുകാരനാക്കുന്നതിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു സൈക്കോളജിക്കൽ സ്റ്റഡിയാണ് ഈ ഒരു ഡ്രാമ. ഓക്കെ, ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി ആയിട്ട് വരും. ഒരു സൈക്കോളജിക്കൽ ഒരു രീതിയിലാണ് ഈ ഒരു പ്ലേ മുന്നോട്ട് പോകുന്നത്. അതാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞത്. ഒരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആംബിഗ്യൂറ്റിയൊക്കെ നമുക്ക് ഈ ഒരു പ്ലേ വായിക്കുമ്പോൾ ഫീൽ ചെയ്യും. ഓക്കെ, സോ ലെറ്റ് us start. The Hours of Truth, written by Percival Wald. Characters: Robert Baldwin, Martha, his wife, John, his son, Eve, his daughter, Mr. Marshall, a maid. അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് റോബർട്ട് ബാൾഡ്വിൻ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് മാർത്ത, ജോൺ അവരുടെ മകൻ, ഈവ് അവരുടെ ഡോട്ടർ, അതുപോലെ തന്നെ മിസ്റ്റർ മാർഷൽ, പിന്നെ ഒരു മെയ്ഡ്, ഒരു സെർവൻ്റ് ആണ്. So, the scene at Baldwin's. It is a rather hot and slutty Sunday afternoon, and the sun overhead and baked clear underfoot are merciless. In the distance, lowering clouds give promise of coming relief, and at the parlor windows of a trim little cottage of the Baldwin family is anxiously awaiting the return of its head. John, the son, an average young man, at 27, is smoking a pipe as philosophically as is this day were in no whit more momentous than any other. But his mother, trying to compose herself with her knitting, has made little progress in the last half hour. The Eve, his sister, takes no pain nor conceal her nervousness. Scene at Baldwin's. It is rather hot and slutty Sunday afternoon. വളരെ അധികം ചൂടുള്ള ഒരു ഉച്ച കഴിഞ്ഞ ഒരു ഞായറാഴ്ച. മുകളിലാണെങ്കിൽ എന്താണ്? സൺ ഓവർ ഹെഡ് ആൻഡ് ബേക്കഡ് ക്ലിയർ ഓഫ് ആൻഡ് ഫുട്ട് ആർ മെർസിലെസ്. മുകളിൽ സൂര്യൻ്റെ ചൂടുണ്ട്, താഴെയാണെങ്കിൽ ചൂടുള്ള ഇഷ്ടികകളുണ്ട്. ആൻഡ് ദ ബാൾവിൻ ഫാമിലി ഈസ് ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് റിട്ടേൺ ഓഫ് ഹിറ്റ്സ് ഹെഡ്. ബാൾവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ വരവും കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ സൺ,
ജോൺ അവരുടെ മകനാണ്, 27 വയസ്സുള്ള ഒരു യങ് മാനാണ്. അവനൊരു പൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, വലിക്കുന്നുണ്ട്, സ്മോക്കിംഗ് പൈപ്പ് അല്ലേ. അവനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊരു വ്യത്യാസവും. ഇന്നും മാർത്ത എന്ത് ചെയ്യുന്നുണ്ട്, നീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, നിറ്റിങ് എന്ന് പറഞ്ഞാൽ തുന്നുന്നുണ്ട്. ആൻഡ് വലിയ പുരോഗതിയൊന്നും അതിലും എന്ത് ചെയ്യുന്നില്ല. ഇസ് മെയ്ഡ് ലിറ്റിൽ പ്രോഗ്രസ് അറ്റ് ലാസ്റ്റ് ഹാഫ് അവർ. ദി ഈവ് ഹെർ സിസ്റ്റർ ടേക്സ് നോ പെയിൻ കൺസീൽ ഹെർ നെർവസ്നെസ്. പ്രത്യേകിച്ച് വലിയ പുരോഗതിയൊന്നും അവിടെ കാണുന്നില്ല. ഈവ് അവളുടെ ഭയം പുറത്ത് കാണിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈവ് ഹിസ് സിസ്റ്റർ ടേക്സ് നോ പെയിൻ ടു കൺസീൽ ഹിസ് നെർവസ്നെസ് അല്ലേ, അവളുടെ നെർവസ്നെസ്, അവളുടെ ടെൻഷനൊന്നും പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. There is a tense pause. It seems as if none of them likes to break the silence. For the 10th time in 10 minutes, Eve goes to the window and looks out along the skirted road. അപ്പോൾ അവിടെ മുഴുവൻ എന്താണ്, ഒരു ടെൻസ് പോസ്, അവിടെ മുഴുവൻ എന്താണ്, നിശബ്ദമായിട്ട് ഇരിക്കുകയാണ്. ആൻഡ് ഇറ്റ് സീംസ് ആസ് നൺ ഓഫ് ദം ലൈക്സ് ടു ബ്രേക്ക് ദ സൈലൻസ്. ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ അവിടെ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. For the 10th time, 10 minutes, Eve goes to window and looks out along a skirted road. 10 മിനിറ്റിൽ 10 പ്രാവശ്യം ഈവ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ലേർട്ടി റോഡിൽ, വളരെ ചൂടുള്ള, അല്ലെങ്കിൽ ആ കാണുമ്പോഴേ എന്താണ്, പുറത്തൊക്കെ വളരെയധികം ക്ലൈമറ്റ് എങ്ങനെയാണ്, വളരെ സ്ലേർട്ടിയാണ്, ആ ഒരു റോഡിലേക്ക് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു സ്ലേർട്ടി റോഡിലേക്ക് 10 മിനിറ്റിൽ 10 പ്രാവശ്യം അവൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. So let us start. Martha, it's time he was home. Eve, yes, mother. Martha, I too hope he hasn't forgotten his umbrella. He has such a habit of leaving it behind him. Eve, yes, mother. Martha, it's my right. Don't you think so, Eve? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മാർത്ത പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ടൈം ഹി ഹാസ് ഹോം. അദ്ദേഹം ഈ സമയത്തിനുള്ളിൽ വന്നിരിക്കണമായിരുന്നു അല്ലേ. Eve, yes, mother. ശരിയാണമ്മേ. മാർത്ത, I do hope he hasn't forgotten his umbrella. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ അംബ്രല്ല മറന്നു വെച്ചിട്ടുണ്ടാവും. He has such a habit of leaving it behind him. അങ്ങനെ ഒരു ഹാബിറ്റ് അദ്ദേഹത്തിന് ഉള്ളത് തന്നെയാണ്. Eve, yes, mother. Martha, it might rain. Don't you think so, Eve? മഴ പെയ്യാൻ എന്തുണ്ട്, കൂടുതൽ സാധ്യതയുണ്ട്. Without waiting for an answer, she goes to the window and looks out anxiously. അവൾ മറുപടി പറയുന്നതൊന്നും വെയിറ്റ് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാർത്ത പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജനലിൽ കൂടെ വളരെയധികം ആൻഷ്യസ് ആയിട്ട് നോക്കുന്നുണ്ട്. ദ സ്കൈ ഈസ് സോ ഡാർക്ക്. സ്കൈ എങ്ങനെയാണ്, വളരെയധികം കറുത്തിട്ടുണ്ട്, കറുത്തിരണ്ട് കൂടിയിട്ട് മഴ പെയ്യാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. ആൻഡ് ഷി സ്റ്റാർട്ട്, ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റിംഗ്. എന്ത് പറയുന്നു, അപ്പം ജനലിൻ്റെ അടുത്തേക്ക് കൂടെ പുറത്തേക്ക് പോയി നോക്കിയിട്ട് എന്ത് പറയുന്നുണ്ട്, ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റിംഗ്. ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ട്. ജോൺ റൈസസ് സ്ലോലി, മൂവ്സ് ടു എ സെൻറ്റർ ടേബിൾ and knocks the ashes out his pipe. His mother turns to him. John, run to your father's room and see that the windows are closed. That is a good boy. ജോൺ റൈസസ് സ്ലോലി അല്ലേ, നെക്സ്റ്റ് ക്യാരക്ടറായിട്ടുള്ള ജോൺ വരുന്നുണ്ട്. അവൻ അവിടെയുള്ള ഒരു മേശയുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. അവൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എപ്പോഴും എന്തുണ്ടാകും, ഒരു സ്മോക്കിംഗ് പൈപ്പ് കയ്യിലുണ്ടാവും. അപ്പോൾ ആ പൈപ്പിലുള്ള ആഷസൊക്കെ തട്ടി കളയുന്നുണ്ട്. ഹിസ് മദർ ടേൺസ് ടു ഹിം. അവൻ്റെ അമ്മ അവനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ജോൺ, റൺ ടു യുവർ ഫാദേഴ്സ് റൂം ആൻഡ് സീ ദാറ്റ് ദ വിൻഡോസ് ആർ ക്ലോസ്. ദാറ്റ്സ് എ ഗുഡ് ബോയ്. അപ്പോൾ നീ അച്ഛൻ്റെ റൂമിൽ ചെന്ന് എന്ത് ചെയ്യണം, ജനലുകളൊക്കെ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. ജോൺ, റൈറ്റ്. ഓ, ഹി ഗോസ്. അങ്ങനെ ജോൺ പോകുന്നു. Eve, after a pause, Mother. There's no answer. Mother. Mrs. Baldwin turned slowly. What does Mr. Grisham want with him? Has he done anything wrong? Martha proudly. Your father? No, Eve. Eve. Then why did Mr. Grisham send for him? Martha. He wanted to talk to him. Eve. What about Mr. Grisham has been arrested. There's going to try him tomorrow. What can he want his father? Eve,
മദർ അല്ലേ, അമ്മയെന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വാട്ട് ഡസ് മിസ്റ്റർ ഗ്രഷാം വാണ്ട്സ് വിത്ത് ഹിം? ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ്? എന്തിനാണ് മിസ്റ്റർ ഗ്രഷാം തൻ്റെ പിതാവിനെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ കാണണമെന്ന് പറയുന്നത്? അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? മാത, യുവർ ഫാദർ? നോ യു. നിൻ്റെ അച്ഛനോ? ഇല്ല. യു. ദെൻ വൈ ഡിഡ് മിസ്റ്റർ ഗ്രഷാം സെൻഡ് ഫോർ ഹിം? മാർത്ത, ഹി വാണ്ടഡ് ടു ടോക്ക് ഹിം. അപ്പോൾ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ മിസ്റ്റർ ഗ്രഷാമിന് അദ്ദേഹത്തോട് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ, അച്ഛനോട് എന്തോ സംസാരിക്കാനുണ്ട്. യു. വാട്ട് അബൌട്ട് മിസ്റ്റർ ഗ്രഷാം ഹാസ് ബീൻ അറസ്റ്റഡ്? ദർ ഈസ് ഗോയിങ് ടു ട്രൈ ഹിം ടുമോറോ. വാട്ട് ക്യാൻ ഹി വാണ്ട് വിത്ത് ഫാദർ? എന്താ പറയുന്നത്, സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തിനാണ് ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ മിസ്റ്റർ ഗ്രഷാമിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് there is going to try him tomorrow, and what can he want with father? And your father will have to give evidence. എന്തിനാണ് അച്ഛനെ കാണുന്നത്? അച്ഛനാണ് അതിന് തെളിവ് കൊടുക്കുന്നത്, അതിനുള്ള എവിഡൻസ് കൊടുക്കുന്നത് ആരാണ്? അച്ഛനാണ്. അപ്പോൾ ഇവനറിയണം ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലായി, പക്ഷെ പിറ്റേ ദിവസം അയാൾ എന്ത് ചെയ്യും, കോർട്ടിൽ കൊണ്ടുപോകുമ്പോൾ തൻ്റെ പിതാവിനെ എന്ത് ചെയ്യണം, കാണുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ മാർത്ത പറയുന്നുണ്ട് എന്ത്, തൻ്റെ പിതാവാണ് അവിടെ എവിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ തെളിവായിട്ട് സാക്ഷിയായിട്ട് പറയാൻ പോകുന്നത്. Eve, but he is going to give evidence against Mr. Grisham. Why should Mr. Grisham want to see him? ഇപ്പം ഗ്രഷാമിനെതിരെയാണ് അച്ഛൻ എന്ത് ചെയ്തെന്നുള്ളത് സാക്ഷി പറയുന്നത്, പിന്നെ എന്തിനാണ് ഗ്രഷാം തൻ്റെ അച്ഛനെ കാണണമെന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നു. മാർത്ത, I don't know Eve. You know, your father doesn't say such about his business affairs. She pauses. I didn't know there was anything wrong with that until I saw it in the papers. Your father wouldn't tell me to draw my money out. He thought it wasn't loyal to Mr. Grisham. Eve nods. I did it my own accord, against his wishes, when I suspected. Eve, after a pause, do you think that father had anything to do with? She does not like to say it. Mata, with the reckoning of the bank. You know him better than that, Eve. Eve, but did he know what was going on? You know what the paper is saying? Mata, they haven't been fair to him, Eve. സോ മാർത്ത പറയുന്നുണ്ട്, ഐ ഡോണ്ട് നോ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. യു നോ യുവർ ഫാദർ ഡസൻറ്റ് സേ മച്ച് അബൌട്ട് ഹിസ് ബിസിനസ് അഫെയർസ്. നിനക്കറിയാലോ നിൻ്റെ അച്ഛൻ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്നോടൊന്നും പറയാറില്ല. ഐ ഡിഡ്ന്റ് നോ ദർ വാസ് എനിത്തിങ് റോങ് വിത്ത് ദ ബാങ്ക് അണ്ടിൽ ഐ സോ ഇൻ ദ പേപ്പേഴ്സ്. മാർത്തക്ക് അറിയില്ല ബാങ്കിൽ എന്താണ് പ്രശ്നം പറ്റിയത്, അല്ലെങ്കിൽ ബാങ്കിൽ എന്താണ് പറ്റിയില്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പേപ്പറിൽ കാണുന്നതിന് ശേഷമാണ് എല്ലാം അറിയുന്നത്. പിന്നെ പറയുന്നത്, യുവർ ഫാദർ വുഡൻറ്റ് ടെൽ മീ ഡ്രോ ഓഫ് മൈ മണി ഔട്ട്. ബാങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് റോബർട്ട് എന്നോട് എന്ത് ചെയ്തിട്ടില്ല, ക്യാഷ് ഒന്നും പിൻവലിക്കാനും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ പിൻവലിക്കുകയാണെങ്കിൽ ദർ വാസ് ഇൻ ലോയൽ ടു മിസ്റ്റർ ഗ്രഷാം, അത് ഗ്രഷാമിനോട് സ്നേഹമില്ല എന്നാണ് കാണിക്കുക. പക്ഷേ അവൾ സ്വമേധയെ എന്ത് ചെയ്യണം, റോബർട്ടിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പിൻവലിക്കുകയാണ് അല്ലേ. ആഗ്രഹത്തിനെതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിൻവലിക്കുന്നുണ്ട്. ഡിഡ് ഇറ്റ് മൈ ഓൺ അക്കൗണ്ട് എഗെയിൻസ്റ്റ് ഹിസ് വിഷസ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ എന്ത് ചെയ്തു, ക്യാഷ് പിൻവലിച്ചു. കാരണം ബാങ്കിൻ്റെ കാര്യം എന്താണ്, കുറച്ച് കഷ്ടത്തിലാണ്. വെൻ ഐ സസ്പെക്റ്റഡ്, കാരണം എന്താ, ഞാൻ എന്തൊക്കെയോ സംശയിച്ച കാരണം ഞാൻ എന്ത് ചെയ്തു, റോബർട്ടിന് ഇഷ്ടമില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യണം, പണം പിൻവലിക്കുകയാണ്. Then Eve, after a pause, do you think that father had anything to do with? അപ്പോൾ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം സസ്പെക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ബാങ്ക് പൊളിഞ്ഞു പോയിട്ടുണ്ടാവണം, എന്താ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈവ് ചോദിക്കുകയാണ്, അതിൽ തൻ്റെ അച്ഛനും എന്ത് ചെയ്തിട്ടുണ്ടോ, വല്ല പങ്കുണ്ടോ? ആൻഡ് ഡു യു തിങ്ക് ദ ഫാദർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് അല്ലേ. ഷി ഡസൻ നോട്ട് ലൈക്ക് ടു സേ ഇറ്റ്.
പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ എന്താണ് ബാങ്കിൽ എന്തെങ്കിലും തിരിമറി ചെയ്തതിൽ അച്ഛനും പങ്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മാർത്ത വിത്ത് ദ വർക്കിംഗ് ഓഫ് ദി ബാങ്ക്. അപ്പം എന്താ ചോദിക്കുന്നത്, അവിടെ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് അവളുടെ അച്ഛൻ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. യു നോ ഹിം ബെറ്റർ ദാൻ ദാറ്റ്. അപ്പോൾ പത്രങ്ങളിലൊക്കെ തൻ്റെ പിതാവിനെ കുറിച്ച് അത്ര നല്ല വിവരങ്ങളാണോ വരുന്നത് അല്ലേ? എന്താണ് ഈവ് ബട്ട് ഹി നോ ഹി വാസ് ഗോയിങ് ഓൺ യു നോ വട്ട് ദ പേപ്പേഴ്സ് ആർ സെയിങ്. പത്രങ്ങളിലൊക്കെ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അച്ഛനെക്കുറിച്ചും പറയുന്നത്. സോ അപ്പം മാർത്ത പറയുന്നുണ്ട്, ദ ഹാവൻ ബീൻ ഫെയർ ടീം ഈവ് അല്ലേ? പത്രങ്ങൾ അദ്ദേഹത്തോട് വലിയ ഫെയർ ആയിട്ടല്ലെങ്കിൽ മര്യാദയൊന്നും കാണിക്കുന്നില്ല. നെക്സ്റ്റ് പേജ് നമ്പർ 52. Eve, perhaps not, but they said he must have been a fool not to know. They said that only I could have known. He and Mr. Grisham, why didn't he stop it? Mata, he was acting under Mr. Grisham's order. Evie, contemptuously, Mr. Grisham's order? Did he have to follow them? Martha, after a pause, Eve, I don't believe your father ever did a wrong thing in his life. Not if he knew it was wrong. He found out by accident. Found out what Mr. Grisham was doing. Eve, how do you know that? Martha, I don't know it. I suspect it. Something he said eagerly. You see, Eve, you can't have done anything wrong. They haven't indicated him. John, shortly. I met the assistant cashier yesterday. Eve, Donovan? ഈവ് പറയുന്നുണ്ട് അല്ലേ, എന്താണ് ബാങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാതെ പോയിട്ടില്ല. തൻ്റെ അച്ഛനൊരു ഫൂളാണെന്നാണ് പത്രങ്ങളിലൊക്കെ പറയുന്നത്. ഗ്രഷാമിനും തൻ്റെ അച്ഛനും മാത്രമേ ബാങ്കിൻ്റെ മുഴുവൻ കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. മാത്ത, ഹി വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രഷാംസ് ഓർഡർ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് തൻ്റെ പിതാവ് ബാങ്ക് പൊളിയാതിരിക്കാൻ വേണ്ടത് ചെയ്യാതിരുന്നത് എന്ന് ഈവ് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്, മാർത്ത എന്താ പറയുന്നത്, ഹി വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രഷാംസ് ഓർഡർ. അദ്ദേഹം മുഴുവൻ ഗ്രഷാംസിൻ്റെ ഓർഡർ അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈവ് കണ്ടംഷ്യസ്ലി, മിസ്റ്റർ ഗ്രഷാംസ് ഓർഡർ, ഡിഡ് ഹി ഹാവ് ടു ഫോളോ ദ? അപ്പോൾ ഈവ് ചോദിക്കുന്നുണ്ട്, എന്താണ് എന്തുകൊണ്ടാണ് തൻ്റെ അച്ഛൻ ഇങ്ങനെ ഗ്രഷാമിൻ്റെ ഓർഡറുകളൊക്കെ പാലിക്കേണ്ടി വരുന്നത്. ദെൻ മാർത്ത ആഫ്റ്റർ എ പോസീവ്, ഐ ഡോണ്ട് ബിലീവ് യുവർ ഫാദർ എവർ ഡിഡ് റോങ് തിങ് ഇൻ ഹിസ് ലൈഫ്. മാർത്തയ്ക്ക് വിശ്വാസമുണ്ട് ഒരിക്കലും തൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ റോബർട്ട് ഒരു തെറ്റും ചെയ്യില്ല, അയാളുടെ ലൈഫിൽ ചെയ്യില്ല എന്ന്. അയാൾ ആജ്ഞകൾ അനുസരിച്ചപ്പോൾ അയാൾക്ക് അറിയില്ലായിരുന്നു അയാൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയാതെയാണ് ചെയ്തത്. ചിലപ്പോൾ അതൊരു യാദൃശ്ചികമായിട്ട് വന്നതാവാം അല്ലേ. ഹി ഫൗണ്ട് ഔട്ട് ബൈ ആക്സിഡൻറ്റ്, ഫൗണ്ട് ഔട്ട് വാട്ട് മിസ്റ്റർ ഗ്രഷാം വാസ് ഡൂയിങ്. ചിലപ്പോൾ അതെന്താണ് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാവാനും ചാൻസ് ഉണ്ട്. അപ്പം അയാൾക്ക് മനസ്സിലായി ഗ്രഷാം എന്താണ് ചെയ്യുന്നതെന്ന്. അനീവ്, ഹൗ ഡു യു നോ ദാറ്റ്? അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെയാണ് അറിയാമെന്ന് ചോദിക്കണം. മാർത്ത, ഐ ഡോണ്ട് നോ, ഐ സസ്പെക്റ്റ് ഇറ്റ്. എനിക്ക് കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊന്നും അറിയില്ല, പക്ഷെ ഞാനിതൊക്കെ സംശയിച്ചതാണ്. സംതിങ് ഈസ് സെഡ് ഈഗർലി, യു സീ ഹി കാൻ ഹാവ് ഡൺ എനിത്തിങ് റോങ്. ദേ ഹാവൻറ്റ് ഇൻഡിക്റ്റഡ് ഹിം. അപ്പം എന്താണ് കാര്യങ്ങളൊന്നും ശരിക്കും എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ ഞാൻ എനിക്ക് സംശയമുള്ളതാണ്. അവൾക്ക് തീർച്ചയായിട്ടുള്ളൊരു കാര്യം എന്താണ്, തൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ റോബർട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നത്. അവർ അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്തിട്ടില്ല, ചാർജൊന്നും ചെയ്തിട്ടില്ല. ജോൺ പറയുന്നുണ്ട് അവൻ ബാങ്കിലെ അസിസ്റ്റൻറ്റ് കാഷ്യർ ആയിട്ടുള്ള ഡൊണോവനെ തലേദിവസം കണ്ടിരുന്നെന്ന്. നെക്സ്റ്റ് കേട്ടപ്പോഴേക്കും വീണ്ടും ജോൺ വരുന്നുണ്ട്, ഐ മെറ്റ് ദ അസിസ്റ്റൻറ്റ് കാഷ്യർ യെസ്റ്റർഡേ ഡൊണോവൻ. അപ്പോൾ ഈവ് ചോദിക്കുകയാണ് ഡൊണോവനെയാണോ കണ്ടതെന്ന്. ജോൺ, യെസ് ഡൊണോവൻ, ഐ സോ ഹിം അപ്പ് അറ്റ് ദ അത്ലറ്റിക് ക്ലബ്. He said that nobody had an idea of that there anything wrong until the crash came. Donovan had been there 8 years. He thought he was taken care of for the rest of his life.
He had got married on the strength of it. And then one morning, then he was signed up on the door. It was like a bolt out of a clear sky. Eve and father? John. He said the governor must have known. He will swear nobody else did. You see, father was closer to Gresham than anyone else. That put him in a nice position, doesn't it? Martha, what do you mean, John? John, the governor is only witness against John's Grisham, and me named after him, John Grisham Baldwin, at your service. Martha, your father will do his duty. John, no matter what come of it. ജോൺ പറയുന്നുണ്ട് യെസ് ഡൊണോവനെ തന്നെയാണ് ഞാൻ കണ്ടത്. എവിടെ വെച്ചാണ് കണ്ടത്? ഒരു അത്ലറ്റിക് ക്ലബിൽ വെച്ചായിരുന്നു കണ്ടത്. ഡൊണോവൻ പറഞ്ഞു എന്ത്? ബാങ്ക് പൊളിയുമെന്ന് ആരും തന്നെ വിചാരിച്ചിട്ടില്ല. അവിടെ 8 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. ബാങ്കിൽ നിന്ന് എന്താണ് സുരക്ഷിതനാണെന്നാണ്, ബാങ്ക് എപ്പോഴും സുരക്ഷിതമാണെന്നാണ് അയാൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ തൻ്റെ ജോലിയുടെ ബലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വിവാഹവും കഴിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് ഈ ബാങ്ക് എന്ത് ചെയ്തത്? കൊളാപ്സ് ചെയ്തത്, പൊളിഞ്ഞു പോയത്. അപ്പോൾ എന്തുപോലെയാണ്? ഇറ്റ് വാസ് ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. അതായത് തെളിഞ്ഞ ആകാശത്ത് നിന്ന് ഒരു ഇടി വെട്ടുന്ന പോലെയായിരുന്നു ഈ ഒരു സംഭവം. Eve and father John, he said the governor must have known. അപ്പോൾ എന്താണ്? ബാങ്കിൻ്റെ ഗവർണർ എന്ന നിലയിൽ തൻ്റെ പിതാവ് അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് എന്ത് ജോൺ വിചാരിക്കുന്നത്. അപ്പോൾ ഡൊണോവൻ ശപഥം ചെയ്ത് പറയാണ് വേറെ ആർക്കും അതേപ്പറ്റി ഒന്നും തന്നെ അറിയില്ലായിരുന്നെന്ന്. തൻ്റെ പിതാവായിരുന്നു ഗ്രഷാമിനോടും മറ്റുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് തൻ്റെ അച്ഛൻ തന്നെ ആയിരുന്നു. കാരണം അദ്ദേഹം മാത്രമാണ് എന്ത് ഗ്രഷാമിനെതിരെയുള്ളൊരു വ്യക്തി. തൻ്റെ പിതാവിന് ഗ്രഷാമിനോട് വലിയ ബഹുമാനമൊക്കെ ആയിരുന്നു. അതാണ് നിനക്കെന്ത് ജോൺ ഗ്രഷാം ബാൾവിൻ എന്ന് പേരിട്ടത്. അപ്പോൾ മാർത്ത ജോണിനോട് പറയുന്നുണ്ട് എന്തൊക്കെയായാലും അവൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കുമെന്ന്. സോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഇൻഷാല്ലാ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.